അച്ഛാ 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 ഇതെന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആലോചന ഒന്നുമില്ല. ഒന്നുമില്ലെന്നല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. എന്തെന്നാ? നമ്മുടെ രാഘവനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഇതുവരെ 1-2 പ്രാവശ്യം ആലോചിച്ചു. അല്ല, അതിന് കാരണമുണ്ട്. കാരണം? എന്ത് കാരണം? ഞാനേ സൈറ്റിൽ ചെന്നപ്പോൾ പുതിയതായിട്ട് വന്നൊരു സെക്യൂരിറ്റി, അയാൾക്ക് നമ്മുടെ രാഘവന്റെ അതേ കണ്ടു. പാവം. കുട്ടികളൊന്നും കഴിക്കുന്നില്ലേ? കഴിക്കാം മക്കളെ. അമ്മായി എന്തേ? അവള് കിടകണ്, തലവേദന എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു കിടക്കട്ടെ. അതിന്റെ സ്വസ്ഥ കൊടുക്കണ്ടേ? ഞാൻ നോക്കിട്ട് അല്ലേ, കുഴപ്പമൊന്നുമില്ല മക്കളെ. കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് വരും. മകളെ അച്ഛനെ ഫോൺ അടിക്കുന്നു, എടുത്തോ. അമ്മ പോയായിരുന്നാ? ആ, അമ്മ രാവിലെ എണീറ്റ് പോയി. ശേ, ഞാൻ കൂടെ പോണെന്ന് വിചാരിച്ചാണ്. 1-2 സ്ഥലം നോക്കാണ്ടായിരുന്നു. ആ അമ്മ അമ്മ അല്ല, നീലില്ലമ്മ അവിടെ വലുത് പോയി. ഓ 2-3 ദിവസം മുമ്പേ പറയണേ പോണം. ഞാൻ പോട്ടെന്ന് പറഞ്ഞു വിട്ട്. ഓ ശ്രീകോട്ടന്മാർ ഇവിടെ ഉണ്ട്. ആ ലച്ചു, അയ്യോ പോണില്ല, ഇവിടെ തന്നെ കടിച്ചു കുഴപ്പമുള്ളതൊന്നും പോകണ്ട. ശരി എന്ത് വിളിച്ചേ? ആണാ? ഇപ്പൊ പറഞ്ഞോളമ്മ. ഇടാമാ, ബലിയിടാം. ആ ശരി. അതിശയം തന്നെ. നമ്മളിപ്പോ രാഘവന്റെ കാര്യം പറഞ്ഞിരിക്കായിരുന്നില്ലേ? അമ്മ പറഞ്ഞ് ഇന്ന് രാഘവന്റെ ആണ്ടാണെന്ന്. 25 വർഷമായി. പിന്നെ ബലിയിടണമെന്ന്. എടാ, ഇതാണ് ജന്മാന്തര ബന്ധമാണെന്നൊക്കെ പറഞ്ഞത്. അത് ശരിയാണ് ഏട്ടാ. നമ്മൾ മരിച്ചവരെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ പറ്റിയിട്ട് നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. മകളെ കഴിക്കാൻ നിന്നെടുത്തേരെ. മാമാ രാവിലെ തന്നെ എവിടെ പോയതാ? ഞാനൊരു കാര്യം പറയാം, നീ ആരോടും പറയരുത്. എന്താണ് പേടിച്ചിരിക്കുവാണല്ലോ? എന്നാണ് ഒപ്പിച്ച് വന്നിരിക്കണ? ആരോടും പറയല്ലെന്നൊക്കെ പറയണ. എന്നെ അമ്മായി, ഞാനേ ഒന്നും പറയണ്ട. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് വരെ പോയതാണിപ്പം. എന്നിട്ട് അവൻ വിളിച്ചെന്തിനെന്നറിയോ? ഓജോ ബോർഡ് കളിക്കും. ഓ, അവൻ 2 ദിവസമായിട്ട് കളിച്ചിട്ട് ഉറക്കമൊന്നും ഇല്ലായിരിക്കുമായിരുന്നു. അപ്പൊ എന്നോട് വിളിച്ച് കളിപ്പിച്ച്. എനിക്ക് ആലോചിച്ചിട്ട് എന്നെ പേടിയാവും. അല്ല, ആക്ച്വലി ഓജോ ബോർഡ് പഴയ പരിപാടിയാണ്. ഇതൊക്കെ സിനിമയിൽ ഇറങ്ങി തുടങ്ങിയത്. പണ്ട് ഞാനും കുറച്ചൊക്കെ ഇതിനെ പറ്റി പറ്റിയിട്ടുള്ളതാണ്. ചേച്ചി, ഇത് അതല്ല സാധനം. ഇത് അവൻ ആ ഓജോ ബോർഡ് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല്, പണ്ടത്തെ ഒരു കൊച്ചിയിലെ ഒരു കുടുംബത്തിന്റെ ഏതാണ് അവന് കിട്ടിയത്. സാധനം വേറെ ലെവലാണ് കേട്ടാ. നീ ഒരു കൈ പഴിച്ചു നോക്കിയല്ലേ? ഞങ്ങള് 2 പേരോടാണ് കളിച്ചത്. ഇത് പറയാനടി ഹെവി സാധനം. എടാ, നീ വല്ല പ്രേതത്തിനെ വിളിച്ചോണ്ടാണോ വന്നത്? പോയിച്ചു ഇവിടുന്ന്. അതായത് അവനാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ചപ്പോ കോയിൻ അനങ്ങി. നമ്മളെ എന്തൊക്കെ ശാസ്ത്രത്തെ വിശ്വസിക്കണോ മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞാലും ഇതിലും എന്തൊക്കെ കാര്യമുണ്ട് കേട്ടാ. എന്നിട്ട് ആ ഓജോ ബോർഡ് എവിടെ? എന്റെ വീട്ടില്. ഓജോ ബോർഡ് എന്ന് വെച്ചാൽ എന്ത് ബോർഡാ? എടാ, ഓജോ ബോർഡ് എന്ന് വെച്ചാൽ സംസാരിക്കുന്ന ബോർഡ്. സംസാരിക്കുന്ന ബോർഡാ എന്ന് വെച്ചാ? എടാ, ഈ സംസാരിക്കുന്ന വേർഡിന്റെ ട്രേഡ് മാർക്കാണ് ഓജോ എന്ന പദം. നിങ്ങൾ ഇതും പറഞ്ഞോണ്ടിരുന്നു കേട്ടോ. അമ്മയും കൂടെ ഇല്ലാത്തതാണ്. നമുക്ക് അടുക്കളയിൽ ഒരുപാട് പണിയില്ലേ? വന്നേ. പണിയൊക്കെ അവിടെ കിടക്കണില്ലേ ചേച്ചി? നമുക്കൊരു കൈ നോക്കിയാലേ? എന്ത് നോക്കാന്ന്? ഓജോ ബോർഡ്. ഇത് എല്ലാവരോടും ഒന്ന് പറ. ഇത് ടക്കന കയറി കളിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് സെറ്റപ്പും പരിപാടിയൊക്കെ ഉണ്ട്. കളിക്കുന്നവരും തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. എടാ, നമ്മളെ അത് യൂഷ്വലി രാത്രിയല്ലേ കളിക്കാറ്. രാത്രി തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു റൂമില് ഇരുട്ടാക്കിയാൽ മതി, ബാക്കിയെല്ലാം സെറ്റാ. നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കും. ഈ പരിപാടിക്കൊന്നും ഞാനില്ല. എനിക്ക് ഈ അന്ധവിശ്വാസത്തിന് യാതൊരു വിശ്വാസം. ചേച്ചി, അന്ധവിശ്വാസത്തിലൊന്നും വിശ്വസിക്കണ്ട. കളിക്കുന്നതിന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഓജോ കൂടി വിശ്വസിച്ചാ. അല്ല, ആക്ച്വലി ഇതൊക്കെ നമ്മുടെ ഒരു ഉപബോധ മനസ്സിന്റെ പേടിയാണെങ്കിൽ വാ തുറന്ന് പറയണം. അല്ലാണ്ട് ഉപബോധ മനസ്സിൽ കയറി പിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പേടിയാ എനിക്കാ? പോയാടന്ന് നമുക്ക് കളിക്കാം. നമുക്ക് കളിക്കുന്ന അയ്യോ മക്കളെ, പിള്ളേർക്ക് കളിക്കാൻ പറ്റത്തില്ല. ഇത് അത് പറ്റത്തില്ല, ഞങ്ങളും ഉണ്ട് കളിക്കാൻ. അമ്മായി, എടാ, സംഭവം ഇത് ശാസ്ത്രീയപരമായി ഫ്ലോപ്പ് കേസ് ആണെങ്കിലും ചില സ്ഥലത്തൊക്കെ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. എന്തോ പ്രേതബാധ കൂടുമെന്നൊക്കെയാണ് പറയാറ്. അമ്മായി, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന്. എടാ, എനിക്ക് ഈ നെഗറ്റീവ് തോട്ട്സിലൊന്നും വിശ്വാസമില്ല. പിന്നെ സ്പിരിറ്റ്സിൽ തീരെ വിശ്വാസമില്ല.
ഐ ഡോ ബിലീവ് ഇൻ ഗോഡ്സ് യു നോ. ചെറിയൊരു പേടിയുണ്ട്, അതങ്ങ് സമ്മതിച്ചേരെ. ഡേ നീ എടുത്തിട്ടോ കളിക്കാം. ഇവിടെ എടുത്തോണ്ടേ എല്ലാരും മൈൻഡ് അത് തന്നെ ഇപ്പൊ പോയി എടുത്തോണ്ടിരാ. അമ്മായി നീ നീ പോയി എടുത്തിട്ട് വാ. അല്ല കൂടെ വന്നാ മതി. പോയിട്ട് വാ. എടാ ഇതെന്താ? എടാ സാധാരണ വുഡിലോ പ്ലാസ്റ്റിക്കിലോ ഉള്ളതിലോ ഉപയോഗിക്കണേ. എടാ മെറ്റൽ അലർജിയാണ് സ്പിരിറ്റിന്. ഈ ബോർഡ് അങ്ങനത്തെ ബോർഡാണെന്ന് ഞാൻ പറഞ്ഞോ. ഇതിൽ മെറ്റലിന്റെ കോയിനാണ് വെക്കേണ്ടത്. അതെ ഇനി തുടങ്ങാൻ പോകണം കേട്ടല്ല. എല്ലാരും ഉണ്ടായിരുന്നോ? അല്ല ആക്ച്വലി യെസ് നോ ഗുഡ് ബൈ അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടല്ലേ വരിക. എന്റെ പൊന്നിൽ എച്ചേച്ചി ഒന്നും മിണ്ടായിരിക്കും ദേവി ഇത്. അതെ എല്ലാരും അടുത്തടുത്തിരിക്കുന്നവരുടെ കൈ പിടിച്ചോണേ. അതാരും പേടിച്ച് ഓടാതിരിക്കാനായിരിക്കും. പേടിയാ? പോയിച്ച് ഇവിടുന്ന്. ഇതിന്റെ റിച്വൽ അങ്ങനെയാണ്. ഓക്കെ അപ്പോൾ ഞാൻ ആരെയും വിളിക്കാൻ പോണു. ആരെ വിളിക്കണം? പടവലത്തെ അമ്മൂമ്മ വിളിക്കും. കൊച്ചെന്തോന്നിക്കാ പറയണേ? നിങ്ങൾ ആരെങ്കിലും വിളി. ഞാൻ നിങ്ങൾ വിളി, ഞാൻ ഇല്ല. ഇതൊക്കെ തുടങ്ങി വെച്ചോളൂ. ഞാൻ ഇല്ലെന്നാ വിളിക്കണം. എന്നാ പിന്നെ ആരെ വിളിക്കുന്നു പറ. ആരെങ്കിലും വിളി. നമുക്ക് ഇല്ലേ എന്നാ പിന്നെ ആരെയും വിളിക്കല്ലേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളാരെങ്കിലും വിളി. നിങ്ങളാരെല്ലാം ചെയ്യും, ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ഈ കൂട്ടങ്ങൾ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ വിശ്വാസം ഇല്ല. ആ വിശ്വാസം ഇല്ലല്ലോ, അപ്പൊ മാമിക്ക് പേടിയും കാണത്തില്ല. മാമി വിളി. ഇവിടെ വിശ്വാസം ഇല്ലാത്തവര് വിളിച്ച വരൂല. ആരെങ്കിലും ഒന്ന് തുടങ്ങ്. തുടങ്ങടാ, ഇപ്പൊ വരുന്നിടത്ത് വെച്ച് കാണാം. ആരെ വിളിക്കേ? നമുക്കേ രാഘവമാമനെ രാഘപ്പൂപ്പനെ വിളിച്ചാ വരും. അപ്പൂപ്പനാണെങ്കിൽ വരും. ബെസ്റ്റ്. ഇവിടെ ഉള്ളവരെ വിളിച്ചിട്ടേ വരണില്ല. എന്നിട്ടാണ് നീയൊക്കെ ജനിക്കണതിന് മുന്നുള്ള രാഘവമാമനെ വിളിച്ചിട്ട് വരാം. ഡോണ്ട് ബി സോ സില്ലി ഗൈസ്. ഓക്കെ അമ്മായിക്ക് എന്തിനാണ്? അപ്പൂപ്പനെ വിളിച്ചാൽ അപ്പൂപ്പൻ വിളിപ്പുറത്ത് വരും. വിളിക്കട്ടെ ചേച്ചി? ഒരു കാര്യം ചെയ്യ്, പറ നീ വാ. എന്റെ സൈഡിലിരടി പിള്ളക്ക് പേടിയുള്ളു. എനിക്ക് പേടിയൊന്നുമില്ല. യേശുവേ സമയങ്ങളല്ലേ, തുടങ്ങും. നിനക്ക് ഇത്ര ധൃതി? അപ്പൂപ്പനെ കാണാൻ അത്രക്ക് ധൃതിയാ? രാഘപ്പൂപ്പ, രാഘപ്പൂപ്പോ, പൂപ്പ. കുട്ടുമാമ, അത് രാഘവമാമൻ കേറിയതാ. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നു. അളിയൻ എന്തോ പ്രശ്നമുണ്ട്. ആശുപത്രി കൊണ്ടുപോകാം. വണ്ടി വിളി, ചേച്ചി വിളി. രാഘവപ്പൂപ്പൻ കേറിയതാണ്. എടീ കാർത്തിയായനെ, നിന്റെ ഭർത്താവ് ജോലിക്ക് പോയില്ലടി? ഇല്ല തമ്പ്ര. അതെന്താ രാമ? അവനെ പനി പിടിച്ച് കറച്ച് കിടക്കുക. ആഹാരം ഇവിടുന്ന് കൊണ്ടുപോകൂ. പിന്നെ കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ ചിത്രം വരിക. ഉപ്പനെ പണിക്കാരോടുള്ള സ്നേഹം കണ്ടോ? അവരോട് സംസാരിക്കുക. പിള്ളേരെ പേടിപ്പിക്കാതെ. സൈറ്റിൽ കമ്പി സിമെന്റ് ഒക്കെ ഇറക്കിയ
ഇവിടെ ഒന്ന് കടങ്ങി കിടക്കണ. തിരിച്ച് സൈറ്റ് വന്നു കേട്ടാ. അച്ഛാ 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 ഇതടാ നീ എന്ത് പ്രശ്നം കൂടെ? അച്ഛാ രാഘവം ആര്? രാഘവപ്പൂപ്പനെ ആ അച്ഛന്റെ മേത്ത് കേറി. ആ. കൊള്ളാം. നന്നായിട്ടുണ്ട്. എന്താണ് മാമായി കാണിക്കുന്നത്? കയറി അങ്ങ് ഇറങ്ങണത് താങ്ങാൻ പറ്റൂല. പഴയ ആരോഗ്യമൊന്നുമില്ല. മാമ ഒന്ന് കയറി ഇറങ്ങിട്ട് അങ്ങ് പോകും. ആ ആര് മനസ്സിൽ വിചാരിച്ചത് മാമനെ? മാമനെ മനസ്സിൽ വിചാരിച്ച ആര്? അച്ഛ അത് ഞങ്ങളെ അകത്തിരുന്നു ഓജോ ബോർഡ് കളിച്ചായിരുന്നു. അപ്പൊ ഗുഡ് സ്പിരിറ്റ് ആയിട്ട് രാഘാപ്പൂപ്പനെ മനസ്സിൽ വിചാരിച്ചു. എന്തെല്ലാം കളി കിടക്കുന്നു. കോലികളി, കുഴുത്തിക്കളി, കണ്യാറ് കളി, തമ്പുരു കളി, ഈക്കിക്ക് തമ്പുരു കളി, ഒളിച്ചു കളി, സാറ്റ് കളി, നിനക്കൊക്കെ ഓജോബോർഡിനെ കളിച്ച് എന്നെ നീ ഇവിടെ എന്റെ അവസ്ഥ എന്നറിയാമോ? ഇവിടെ നീയൊക്കെ വിളിക്കുമ്പോ കറങ്ങി വരും. ഇങ്ങനെ കയറി ഇറങ്ങി ഞാൻ ഇല്ലാതായി പോവും. എന്ത് പവറാണെന്ന് അറിയാമോ? പവർ കൂടി നിൽക്കുകയാണ്. നീ പോവൂല. ഇതാണ് കുഴപ്പം. വേറെ ആരും കണ്ടില്ലടാ വിളിച്ചു വരുത്താൻ വേണ്ടി. അത് ഈ കേശു പറഞ്ഞിട്ടാ. അപ്പൂപ്പനെ വിളിക്കാനുള്ള ഐഡിയ ചേച്ചിയുടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ഒഴിപ്പിച്ചു വിടും? ഭസ്മം വല്ലതും എനിക്ക് അറിഞ്ഞൂടാ. വന്നിറങ്ങി പോകുമ്പോ ഉണ്ടല്ല പിന്നെ ശവമാണ്. ഒന്നിനും കൊള്ളൂല. അമ്മാതിരി പവറല്ലേ. തൊട്ടുമാമ ഇവൻ കൊണ്ടുവന്ന ഓജോ ബോർഡ് ഉണ്ടല്ലോ, ഇത് സാധാരണ ബോർഡല്ല. സംഗതി കുറച്ച് ഈ ഓജോ ബോർഡിനെ ശാസ്ത്ര സമൂഹം വിളിക്കണത് എന്തെന്നറിയോ? ശാസ്ത്രത്തിന് നേരെ വിപരീതം എന്ന അർത്ഥമുള്ള ശാസ്ത്രാഭാസം എന്നാണ് വിളിക്കണത്. ശ്രീ പറഞ്ഞ 100% ശരിയാണ്. ഈ ഓജോ ബോർഡിലെ നാണയത്തിൽ നമ്മൾ വിരൽ വെച്ച് കളിക്കുകയാണെങ്കിൽ, നമ്മളത് വിശ്വസിച്ചാണ് കളിക്കുന്നതെങ്കിൽ നമ്മുടെ ആത്മാവ് അതുമായിട്ട് ബന്ധപ്പെടും. അതായത് ശാസ്ത്ര സമൂഹം അതിനെ പറയുന്നത് ഇഡിയോമോട്ടോ റെസ്പോൺസ് എന്നാണ്. അതായത് എന്തിനിടിച്ച കൊതുക് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ വിരലുകൾ ചലിപ്പിക്കും. സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ നേരത്തെ അലറി വിളിച്ച് അവിടുന്ന് പേടിച്ചോടിയപ്പോ ഈ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ ഒരു പുരോഗമനവാദിയാന്ന് കുട്ടുമാമൻ അറിയാലോ. ഇവളുടെ വർത്താനം കൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. കുട്ടുമാമ ഇപ്പം അന്ധവിശ്വാസമായാലും എന്തൊരു സംഭവമായാലും ശരി തന്നെ, നമ്മളിത് ഒന്നുകൂടെ കളിച്ചു നോക്കുന്നു. ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയണ്ടേ? അത് തന്നെ ഇന്നത്തോട് സത്യം അറിയണം. പിന്നെ കുട്ടോമൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു പ്രത്യേക തരം ധൈര്യമാണ്. കുട്ടോമൻ പിന്നെ പേടി നിറ സാധനം അടുത്ത കൂടെ പോലും പോയിട്ടില്ലല്ലോ. അത് തന്നെ ധൈര്യം എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടുമാമനാണ്. അമ്മയ്ക്ക് അറിയോ കുട്ടുമാമനയില്ലേ പണ്ട് മറ്റേ പടവലത്തെ ചാലില്ലേ, അവിടെ നിന്ന് രാത്രി ഒറ്റയ്ക്ക് അക്കരയ്ക്ക് നീന്തും. പിന്നെ അക്കരേന്ന് ഇക്കരയ്ക്ക് വരും. പിന്നെ ഇക്കരേന്ന് അക്കരയ്ക്ക് പോകും. ഇത് തന്നെയായിരുന്നു. അന്നിന് ശ്രീ രാത്രി അക്കരയ്ക്ക് പോണ്. ഇതാര് പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഓർമ്മ കാണൂല, പക്ഷെ അമ്മ എല്ലാം ഞങ്ങളോട് പറയുന്നുണ്ട്. കൊച്ചു കള്ളം ചെയ്തെല്ലാം മറന്നങ്ങ്. പിന്നെ കളിക്കാന്ന് ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഒന്നാമത് ഇവിടെയുള്ള നിങ്ങളൊക്കെ ബാധകരെ ഇതുപോലെയാണ് പെരുമാറുന്നത്. പിള്ളേരൊരാഗ്രഹമല്ലേ കളിക്കാം. എന്നാ പിന്നെ എന്തോന്ന് മാമ റെഡി പറഞ്ഞു. റെഡിന്ന് എന്നാ പിന്നെ നമുക്ക് വല്ലതും കഴിക്കാന്ന്. മാമൻ നോക്കാം നമുക്ക്. പിന്നെ മാമൻ എപ്പോ നോക്കിയാലും തീറ്റി തിരിഞ്ഞുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അതന്നെ കുട്ടുമാമ കളിക്കാം. ബഹളം വേണ്ട, കളിക്കാം. ഓ ഓക്കേണാ കളിച്ചോ. ഇതൊക്കെ കള്ള പരിപാടിയാണെന്ന് ഞാൻ ഇപ്പൊ പൊളിച്ചടുക്കി തരാം. ഏതാത്മാവിനെയാണ് വിളിക്കാൻ പോണത്? നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ ഈ ഇടയ്ക്ക് തട്ടിപ്പോയ? അത് വേണ്ട അത് വേണ്ട. കുട്ടോമ നമ്മളെന്താണ് അവരവരൊക്കെ വിളിക്കുന്നേ? നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിളിക്കാം. രാഘവപ്പനെ വിളിക്കാം. ആ അത് ശരിയാണ്. അപ്പൂപ്പനെ വിളിക്കുമ്പോ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാമല്ലോ. ഒരു സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തുടങ്ങട്ടെ.
രാഘപ്പൂപ്പ രാഘപ്പൂപ്പോ രാഘപ്പൂപ്പ രാഘപ്പൂപ്പ ശ്രീ ആര് ശ്രീ എവിടെ എവിടെ? ശ്രീനെ പിടിച്ചത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയല്ലായിരുന്നോ? കുടുംബം വിറയ്ക്കുന്നുണ്ടോ? ഇങ്ങനെ തോന്നിയാ? പനിയുണ്ടോന്ന് നോക്കിയാണ് മക്കളെ. പനിയൊന്നുമില്ല. വന്നോളൂ. ഇനിയേ എന്താ ഇനി എന്നെ പിടിച്ചത് രാഘവൻ മാമനായിരിക്കോ? ചിലപ്പോ ഈ എഡിയോ മോട്ടോ റെസ്പോൺസ് ആയിരിക്കും. ഉപബോധ മനസ്സിന്റെ മറ്റേ അങ്ങോട്ട്. ഇനി രാഘവൻ മാമൻ എന്റെ പള്ളിക്ക് അങ്ങനെ ഒന്ന് കയറുമോ? ആർക്കറിയാം. ഇവിടെ എന്തിനാണ്? ഇവിടെ എന്തിനാണ്? എല്ലാം കൂടെ മാമന്റെ പേര് വിളിച്ചേ. മാമനെ ഭൂമണ്ഡലത്തിൽ പോകാൻ സമ്മതിക്കൂലേ? ഭൂമണ്ഡലത്തിന് പോവാനാ? എല്ലാം കൂടെ സദാസമയം ധ്യാനിച്ചോണ്ടിരുന്നാലേ മാമൻ ബന്ധുക്കളെ വിട്ടിട്ട് ഇവിടുന്ന് ഉപരിലോട്ട് പോവൂല, മോക്ഷം കിട്ടൂല, ഇവിടെ കിടന്ന് കറങ്ങും, ബന്ധുക്കളെ വിട്ട് പോവൂല. ചേ നമ്മളെ അപ്പൂപ്പനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകൂടെ ഓജോ ബോർഡ് രാഘവപ്പൂപ്പ വന്ന് ഒടുക്കത്തെ പിടിപിടിച്ചു കുട്ടുമാമനെ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കുറേ അനുഭവിച്ചതാണ്. എനിക്ക് മാമനെ നന്നായിട്ട് അറിയാം. നിങ്ങൾ വിചാരിക്കുമ്പോൾ താളല്ല, കളിച്ച കളിയല്ല, അനുഭവിപ്പിക്കും. വാങ്ങട് വാടാ. ആരാ? ഉരിയാടാതെ അവിടെ പോയി. ഇതെങ്ങനെ അകത്ത് പോവാം. പിന്നെ അകത്ത് ഇപ്പൊ വീടുന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. അതെ, വന്നത് രാഘാപ്പൂപ്പന്റെ പ്രേതമാണോ അതോ വേറെ വല്ലതുമാണോ? അപ്പൊ നീ ഇതൊരു രാഘവമാമൻ കണ്ടിട്ടില്ലേ? എവിടെന്ന്? ഞാൻ ജനിച്ചെന്തോ 1.5 വയസ്സുള്ളപ്പോ മരിച്ചതാണ് പുള്ളി. എങ്ങനെയാണോ? എന്നിട്ടാണ് മാമൻ എന്ന് പറയണത്? ശരിക്കും അപ്പൂപ്പനാണ്. പിന്നെ അച്ഛൻ ഈ രാഘവമാമ എന്ന് വിളിച്ച് അങ്ങനെ പറയണതാ. എന്താ വീണ്ടും ഓരോന്നായിട്ട് വന്നേക്കുവാണോ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുവാണോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. എന്റെ പുക ആണോ നോക്കിയിരിക്കണോളോ നീ? അല്ല ചേച്ചി, കേശു പറയായിരുന്നു അവസാനമായിട്ട് ഒരൊറ്റ തവണയും കൂടെ ഒന്ന് കളിച്ചു നോക്കാം. അതൊന്നും വേണ്ട. എന്നിട്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്ക. വേണ്ട, ശരിയാവൂല. അമ്മായി എന്തിനാണ് പേടിക്കണത്? അമ്മായിക്ക് ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ലല്ലോ. വിശ്വാസം ഇല്ലാത്തോണ്ടാണ് പറയണ കുത്തിപ്പൊക്കണ്ടെന്ന്. വീണ്ടും ഓജോ ബോർഡ് കളിക്കാൻ വേണ്ടി പോവാണ്. ഞാനങ്ങനെ കളിക്ക്. നീ എന്ത് മിണ്ടാ ഇറങ്ങി? ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോയില്ലേ? എന്താണ്
എല്ലാവരും കൂടെ ഒരു വർത്താനം മീറ്റിംഗ് വിളിച്ച് വരുത്തിയത് മതിയായില്ലേ? ഞാൻ പറഞ്ഞു വയ്ക്കും. ഇനി ആരും അധികം പുറത്തിറങ്ങി നടക്കണ്ട. അതെന്തല്ലേ നിങ്ങൾക്കെല്ലാം കൂടെ മാമനെ വിളിച്ച് വരുത്തിയില്ലേ? അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇടിച്ചക്ക പ്ലാമുണ്ടിൽ എൻ്റെ മാമനെയും ഊരമ്മയുള്ള എൻ്റെ മാമിയും വിളിച്ച് വരുത്തി എനിക്കൊന്ന് കാണണം. അതിന് അവരൊക്കെ മരിച്ചുപോയവരല്ലേ? അതെ, അവരൊക്കെ നമ്മളെ വിട്ട് പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷെ എനിക്കൊരാഗ്രഹം, ഇത് കാണണം. ഒരു കാര്യം ചെയ്യാം, ഓജോടെ വിളിക്കാം, കേശുവിനെ വിളിച്ച് വരുത്ത്. ജയിച്ച് പോവാച്ചാ അവിടുന്ന്. അപ്പൂപ്പനെ കണ്ടതിന്റെ എഫക്ട് എനിക്ക് ഇതിലോട്ട് മാറിയിട്ടില്ലതാ. അത് തന്നെ, അതും അടുക്കളയിൽ വെച്ച്. അത് നിങ്ങൾ തോന്നിയാ? ഒരു തോന്നലും ഇല്ല അച്ഛാ, നമ്മൾ ശരിക്കും കണ്ട് മുഖമറയ്ക്ക് നടക്ക് അപ്പൂപ്പൻ ഇങ്ങനെ നിക്കുവാ. നിങ്ങളല്ലേ പോ വയ്ക്കോ. അകത്തേക്ക് പോ. നീ വാ, നീ വാ, നീ വാടാ. നീ പേടിച്ചോ? അടുക്കളയില്ലേ? കണ്ടാ? അത് ഞാനായിരുന്നു. അളിയല്ലേ എന്തിന്റെ കേടാളിയെ? അവര് ഓജോ ബോർഡ് കളിക്കുമ്പോഴേ രാഘവന്റെ കാര്യം പറഞ്ഞത് ഞാൻ ഒളിഞ്ഞത് കേട്ട്. അപ്പൊ ഞാൻ കളിക്കുന്ന നാടകല്ലേ, പ്ലേയല്ലേ? നിങ്ങളുടെ റൂമിനകത്ത് കളിച്ചോണ്ടിരുന്നില്ലേ? അപ്പൊ പിള്ളേരെ പഠിപ്പിക്കൊണ്ടാണ് ഞാൻ നിന്നെ കരിഞ്ഞ് തട്ടിയത്. അപ്പൊ നീ അടിച്ചു. അത് കളി തന്നെയായിരുന്നോ? എന്റെ അളിയാ. അതെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ലോകത്ത് എന്തോരം കളി കിടക്കണ്. ഈ ഓജോ ബോർഡ് എന്തിന് കളിക്കണവന്മാര്? പലയിടത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കളിക്കലെന്ന്. ഇത് ഉണ്ടോ ഇല്ല എന്താണെന്ന് അറിയണ്ട, പക്ഷെ ഇത് കളിച്ചാൽ എവിടെയും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നീ കൂടെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയവരെ. പക്ഷെ അവരാണ് എന്നെ വിളിച്ചോണ്ട് പോയത് അങ്ങോട്ട്. പേടിച്ചു പോയാ? പിന്നെ പേടിക്കാതെ. ശരിയടാ, പേടി മാറ്റ. അതെങ്ങനെയാളിയാ? ടെക്നിക്കാണ്. എങ്ങനെ? ഇവിടെ ഇവിടെ നിനക്ക് പറ്റൂല. അച്ഛനും കുട്ടുപോലൊക്കെ എവിടെ പോയി കിടക്കുവാ? മനുഷ്യനെ പേടിപ്പിക്കാൻ. അടുത്ത ഓജോ ബോർഡ് നമുക്ക് വിളിച്ചു തരണേ കയറി പോക്കാണെങ്കിൽ. അച്ഛാ, കുട്ടോ, അച്ഛാ, അച്ഛാ. കുട്ടുവാണ് പേട. കുട്ടോ, കുട്ടോ, ആടാ ആരെ ആടാ. പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി. അളിയാ.